ഞാൻ പറയണോ? Hi, I'm Fatima Hakim. I am an artist by profession and an architect by education. I make paintings. അതൊരു കോൺഷ്യസ് ചോയ്സ് അല്ല എനിക്ക്. അപ്പാർട്ട് ഫ്രം ബീയിങ് ആൻ ആർട്ടിസ്റ്റ്, ഐ ഡോണ്ട് തിങ്ക് ഐ എം ഗുഡ് അറ്റ് എനിത്തിങ്. ആർട്ട് എന്ന് പറഞ്ഞാൽ എനിത്തിങ് ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ആർട്ട്, ബീ പോയിട്രി, ബീ മ്യൂസിക്. അങ്ങനെ ഒരു സംഭവം എൻ്റെ അടുത്ത് നിന്ന് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് ഐ എക്സിസ്റ്റ് ആസ് എ പേഴ്സൺ. എനിക്ക് വിത്തൗട്ട് ആർട്ട് ഐ ഡോണ്ട് നോ ഹൗ ടു ലിവ്. ഐ ഡോണ്ട് നോ ഹൗ ടു സ്പെൻഡ് എ ഡേ. വാട്ട് വുഡ് ഐ ഡു? ഓഫീസിൽ പോയിരിക്കുക എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യമല്ല. റാദർ ഐ വുഡ് wake up, paint, sing something, dance around. I don't know what else to do. It's just, പക്ഷേ growing up it stopped somewhere. What happened with me is I never stopped. അപ്പം I am sure if you perceived it, you would have been maybe better than me. It's just that I practiced it every day and that's how I came into art. Yeah, initially no, it took me so many years to convince them. കാരണം ഭയങ്കര ട്രഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് അങ്ങനത്തെ ഒരു കൾച്ചറിൽ നിന്ന് വരുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അവർക്ക് കൺവിൻസ്ഡ് ആവാൻ ഇറ്റ് ടുക്ക് മീ സോ മെനി ഇയേഴ്സ് ടു പ്രൂവ് ദെം ദാറ്റ് ദിസ് ക്യാൻ വർക്ക്. യു ക്യാൻ മേക്ക് എ ലിവിങ് ആസ് എൻ ആർട്ടിസ്റ്റ് ആൻഡ് ഇറ്റ്സ് എ വെരി ഡീസൻറ്റ് ജോബ്. സോ ഇപ്പോൾ ഫോർച്ചുനേറ്റ്ലി ഫാമിലി ഭയങ്കരമായിട്ട് സപ്പോർട്ടുണ്ട്. ഫ്രണ്ട്സ്, ഐ എം ബ്ലെസ്ഡ് വിത്ത് സച്ച് അമേസിങ് പീപ്പിൾ അറൗണ്ട് മീ. ഇനിഷ്യലി ഇറ്റ് വാസ് എ ലിറ്റിൽ ഹാർഡ്. എനിക്ക് ഇത് കരിയർ ആവുമ്പോൾ യാതൊരു ഉറപ്പുമില്ലായിരുന്നു. ദാറ്റ് വാസ് വൺ തിങ്. കാരണം ഐ എം സെൽഫ് ടോട്ട്. പിന്നെ ഞാൻ വരച്ചു തുടങ്ങിയ സമയത്തൊന്നും ഇൻ്റർനെറ്റ് ഇത്രയും ഇറ്റ് വാസ് നോട്ട് പോപ്പുലർ, സോഷ്യൽ മീഡിയ ഒന്നുമില്ല. അപ്പോൾ ഐ വാസ് നോട്ട് ഷുവർ ഇഫ് ഐ വിൽ മേക്ക് എ കരിയർ ഔട്ട് ഓഫ് ഇറ്റ്. ബട്ട് അബൌട്ട് 3-4 years ബാക്ക് ഐ മെയ്ഡ് എ വെരി സ്ട്രോങ് ഡിസിഷൻ ടു ഡു ആൻ എക്സിബിഷൻ. ഞാൻ വീട്ടിൽ നിന്ന് ചെറുതായിട്ട് ഇറങ്ങി എക്സിബിഷൻസ് ചെയ്തു ഇൻ കാലിക്കറ്റ് ആൻഡ് കൊച്ചി. ആൻഡ് അതോടെ കരിയർ പതുക്കെ സ്റ്റാർട്ട് ചെയ്ത് വരാൻ തുടങ്ങി. ആൻഡ് it was not an easy thing to establish because I had to work for a lot of years. കാരണം അന്ന് സോഷ്യൽ മീഡിയ ഇത്രയും പോപ്പുലർ അല്ലാത്തതുകൊണ്ട് യു ഡോണ്ട് ഗെറ്റ് വൈറൽ ഓർ എനിത്തിങ്. അപ്പോൾ ഓരോ ദിവസവും വർക്ക് ചെയ്ത് ഐ യൂസ് ടു പോസ്റ്റ് 1 painting every day. And in my field there's more than like 1,000 paintings or something. So it was a very gradual process. And ആ പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോഴാണ് ഓരോ ദിവസം കഴിയുമ്പോഴും ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ഓക്കെ ദിസ് ഇസ് ഹു ഐ വോണ്ട് ടു ബി, ദിസ് ഇസ് വാട്ട് ഐ ഷുഡ് ബി ഡൂയിങ്. അങ്ങനെ ഇറ്റ് ജസ്റ്റ് ഗ്രാജുവലി revealed itself. Magical surrealism is what people say that is my style. എനിക്ക് ആർട്ടിൽ അധികം എഡ്യൂക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് എനിക്കതിനെ പറ്റി അറിയില്ല. പക്ഷേ വാൻ ഗോഗിൻ്റെ ഒക്കെ ഒരു ഐ ലൈക്ക് എ സർറിയൽ സ്റ്റൈൽ. ഐ ഡു നോട്ട് ലൈക്ക് അതേപടി കോപ്പി അല്ല, ഇപ്പോൾ നേച്ചറിൽ കാണുന്ന അതേപോലൊരു സാധനം റെപ്ലിക്കേറ്റ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ബിക്കോസ് ഐ യൂസ് ടു ഡു ദാറ്റ്. ആൻഡ് ആസ് ഐ ഇവോൾവ് ഒരു ക്യാമറയ്ക്ക് അതേപടി എടുക്കാൻ പറ്റുന്ന സാധനം പഠിച്ചിട്ടില്ല. അയ്യോ, ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇൻസ്പിറേഷൻ ഉണ്ട്. ആൻഡ് നോട്ട് ജസ്റ്റ് ആർട്ടിസ്റ്റ്, ദ പീപ്പിൾ ഐ മീറ്റ് ഇൻ ഡെയിലി ലൈഫ്, എ ലോട്ട് പീപ്പിൾ ഇൻസ്പയർ മീ എവറി ഡേ. ഒരാളുടെ പേരെടുത്ത് പറയുകയാണെങ്കിൽ ഐ തിങ്ക് ഇറ്റ്സ് ഡെഫിനറ്റ്ലി വിൻസെൻ്റ് വാൻ ഗോഗ്. ഹി ഈസ് ഇൻസ്പയർഡ് മീ എ ലോട്ട്. ഫ്രിഡ കാലോ, മായ ആഞ്ചലോ, എ ലോട്ട് പീപ്പിൾ ലൈക്ക് ദാറ്റ് ഇൻസ്പയർ മീ എവറി ഡേ. എൻ്റെ പെയിൻറ്റിങ്സ് ഇസ് സോർട്ട് ഓഫ് എ ജേർണൽ. എൻ്റെ ഡയറി മാതിരിയാണ്. സോ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളും അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ള ആൾക്കാരും ഉണ്ടായിട്ടുള്ള ഇമോഷണൽ എക്സ്പീരിയൻസും കാര്യങ്ങളുമാണ്. ദാറ്റ് ഈസ് വാട്ട് ഡ്രൈവ്സ് മീ ടു മേക്ക് ദി ആർട്ട്. അല്ലെങ്കിൽ ദർ ഇസ് നോ പുഷ് ഫോർ മീ ടു മേക്ക് ആർട്ട്. കോൺഫിഡൻസ് പതിയെ വന്നതാണ്. പക്ഷേ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഐ സ്റ്റാർട്ടഡ് മേക്കിംഗ് ഗുഡ് ഇൻകം ഔട്ട് ഓഫ് ഇറ്റ്. അപ്പോഴാണ് ചുറ്റുമുള്ളവർക്ക് കൺവിൻസ്ഡ് ആയത്. പക്ഷേ ഐ വാസ് ഷുവർ ഈവൻ ഇഫ് ഐ ഡോണ്ട് മേക്ക് എനി മണി ഔട്ട് ഓഫ് ഇറ്റ് ഐ വുഡ് സ്റ്റിൽ മേക്ക് ആർട്ട്. ബിക്കോസ് ലൈക്ക് ഐ സെഡ് ദാറ്റ്സ് ദ വേ ഐ ലിവ്. അപ്പോൾ ഈവൻ എനിക്ക് വർക്കൊന്നും ഇല്ലെങ്കിൽ പോലും ഐ വിൽ സ്റ്റിൽ പെയിൻറ്റ് ഫോർ മൈസെൽഫ് ആൻഡ് കണ്ടിന്യൂ ദാറ്റ്. ഹ്യൂമൻ അനാറ്റമി ഭയങ്കര പാടായിരുന്നു. കാരണം അനാറ്റമി എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി കോംപ്ലിക്കേറ്റഡ് സബ്ജക്റ്റ്. അതിപ്പോൾ നമ്മൾ കൈ ഇങ്ങനെ വെക്കുമ്പോൾ കൈയുടെ ഷേപ്പും, അല്ലെങ്കിൽ നമ്മൾ വിരൽ കുറച്ച് ഇങ്ങനെ വെക്കുമ്പോൾ വിരലിൽ ആംഗിളും, അല്ലെങ്കിൽ as we twist, it's entirely different. So if you're making a posture, it's very hard to construct it out of your mind. പഠിക്കാതെ അത് ചെയ്യാൻ കുറച്ച് പാടാണ്.
സോ അതെനിക്ക് ഭയങ്കര പാടായിരുന്നു. ഐ ഓൾവേസ് ഹാഡ് ടു യൂസ് റെഫറൻസസ്. കാരണം എനിക്ക് ഒന്നാമത് ഭയങ്കര പേടിയായിരുന്നു. ഇപ്പം ഞാൻ ഇഫ് ഐ ഡ്രോ ഫിഗർ, തല ഭയങ്കര വലുതായി ബോഡി ചെറുതായി കഴിഞ്ഞാൽ ഐ വാസ് നോട്ട് ഫീലിംഗ് കോൺഫിഡൻറ്റ് അബൌട്ട് ഇറ്റ്. സോ ഐ സ്റ്റഡീഡ് ഇറ്റ് കുറേ നാളെടുത്ത്. ഇപ്പോഴും എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇരിക്കും ഐ ടേക്ക് പിക്ചേഴ്സ് ഓഫ് ദം. ഞാൻ അവരെ മോഡലാക്കിയിട്ട് ഞാൻ വരച്ച് പ്രാക്ടീസ് ചെയ്യും. ഞാൻ എൻ്റെ തന്നെ പല ആംഗിളിൽ വെച്ചിട്ട് ഐ ടേക്ക് പിക്ചേഴ്സ് ആൻഡ് ഐ പ്രാക്ടീസ് ദാറ്റ്. സോ അതായിരുന്നു ഇനിഷ്യലി. കളേഴ്സ് കൊണ്ട് I was always very wild and free with colors. പക്ഷേ when it came to like anatomy, that was kind of a little hard thing to do. ഇന്നൊരു പെയിൻറ്റിങ് ചെയ്യണം എന്ന്, അപ്പാർട്ട് ഫ്രം കമേഴ്ഷ്യൽ വർക്ക്, ഇന്നൊരു പെയിൻറ്റിങ് ചെയ്യണം എന്ന് എനിക്ക് തോന്നുന്നതിന് ദെൽ ബി എ ഡ്രൈവിംഗ് ഫോഴ്സ് ബിഹൈൻഡ് ഇറ്റ്. അതെന്തെങ്കിലും ഒരു ഇമോഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ കണ്ട സൺസെറ്റിൻ്റെ ചില കളേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ പരിചയപ്പെട്ട ചില ആൾക്കാരായിരിക്കും. ദെൽ ബി സംതിങ്, ഓർ ഇൻസ്പയർ ചെയ്ത് ചിലപ്പോൾ ഒരു ഫോട്ടോഗ്രാഫ് ആയിരിക്കും, ഓർ സംതിങ് വേറൊരു ആർട്ടിസ്റ്റ് ചെയ്തൊരു വർക്ക് ആയിരിക്കും. സംതിങ് ഇൻസ്പയർസ് മീ ഓൾ ദ ടൈം ആൻഡ് എവറി ഡേ. And that makes me very restless. If I'm sitting there and if I see you and if I notice something, it consciously runs in my mind that I have to recreate this. എവിടെയെങ്കിലും എഴുതി വെക്കണം, അല്ലെങ്കിൽ സ്കെച്ച് ചെയ്ത് വെക്കണം എന്നുള്ള, or I should take a picture. സോ അതുകൊണ്ട് ദ പ്രോബ്ലം ഇസ് എനിക്കൊരു മൂവി മര്യാദയ്ക്ക് കാണാൻ പറ്റില്ല. സോ മൂവി കാണുമ്പോൾ ചില ബ്രില്യൻ ലൈറ്റിങ്ങോ ക്യാരക്ടേഴ്സൊക്കെ ഉള്ള മൂവി ആണെങ്കിൽ എനിക്കത് this obsessive thought comes in my mind, I have to recreate this, and I pause and I take pictures. അപ്പോൾ ഒരു മൂവി ഒരു 2.5 മണിക്കൂറിലൊന്നും തീരില്ല. It takes a lot of time for me to finish it because I get obsessed. See, social media ഒരു ദിവസം നമ്മൾ ഇങ്ങനെ എടുത്തു, I've said this in another interview, ഒരു ദിവസം ഇങ്ങനെ എടുത്ത് പോകും, ഒരു ദിവസം നേരെ താഴുള്ളൂ, പിന്നെ വീണ്ടും പോകും. അത് it was not, ആദ്യമൊക്കെ it was like this, and at one point it went down just like that. There was some hate campaigns running against me. ഭയങ്കര എന്താ പറയുക, it sort of almost took my career down. അത് ഭയങ്കര വൈറലായിരുന്നു. ഇറ്റ് വാസ് ഓൾ ഓവർ ദി ഇൻ്റർനെറ്റ്. അപ്പോൾ ഒരു ഭയങ്കര പ്രൊമോഷനൊക്കെ ചെയ്ത ഒരു ഹേറ്റ് പേജ് ഉണ്ടായിരുന്നു എനിക്കെതിരെ, എൻ്റെ വർക്കിനെതിരെ, എൻ്റെ പേഴ്സണൽ ലൈഫിനെതിരെ, ആൻഡ് ദ പീപ്പിൾ ഹു ആർ വിത്ത് മീ, എല്ലാവർക്കും എതിരെ ദർ വാസ് എ ഹേറ്റ് പേജ്. അപ്പോൾ അത്രയുമൊക്കെ എന്താ പറയുക, ആ ഒരു സംഭവം നടന്നപ്പോഴത്തേക്കും സോഷ്യൽ മീഡിയ വാസ് കംപ്ലീറ്റ്ലി അഗേൻസ്റ്റ് മീ. പക്ഷേ ഐ വാസ് ഫോർച്ചുനേറ്റ് ഇനഫ് ടു ഹാവ് സം റിയലി ഗുഡ് പീപ്പിൾ ഓൺ മൈ സൈഡ് സെയിങ് ദറ്റ് ഇല്ല, ജസ്റ്റ് കീപ്പ് ഓൺ വർക്കിംഗ്, this is going to change now. പക്ഷേ I think that is one of the best things that happened in my life. കാരണം അതിന് ശേഷം എനിക്ക് ഉണ്ടായ വാശിയല്ല, എനിക്ക് I could see it. ഞാൻ ഇത്രയും കാലം ഇത്രയും വർഷങ്ങൾ വർക്ക് ചെയ്തുകൊണ്ട് വന്നതല്ല എൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ പൊളിഞ്ഞ് താഴെ പോകുന്ന കണ്ടപ്പോൾ ഇപ്പം I felt like എന്താ പറയുക, I have to save it. It was just ഒരു മെറ്റേണൽ ഇൻസ്റ്റിങ്ക്റ്റ് പോലെ. You see your baby is in trouble or something, you go help it. അതുപോലത്തെ ഒരു, and I just became stronger just like that. പക്ഷേ മിക്ക ദിവസം I will feel vulnerable, I will cry, I will break down. പക്ഷേ I make sure that I work even harder, I study even harder, and I make better art. So ഞാൻ when that was happening, ഞാൻ അങ്ങനെ പ്രശ്നങ്ങളോ എന്താ പറയുക ഭയങ്കര റേജ് ചെയ്യാനൊന്നും പോയില്ല. I silently sit and worked, and it took me almost like 4 months or something അതിന് റിക്കവറായി വരാൻ. But I am very proud of the work and the studies that I've created at that time, because I worked like crazy. രാവിലെ എണീക്കും, the first thing without even brushing, ഞാൻ നേരെ I take my iPad or my sketchbook and I start drawing. കാരണം എണീക്കുമ്പോഴത്തെ ആ എനർജിയിൽ I want to create an art. So yeah, social media എന്ന് പറയുന്നത് it's see, ഞാനാണെങ്കിൽ പോലും a part of me that I put out is ഭയങ്കര ഹാപ്പി സാധനങ്ങൾ. ഇപ്പോൾ അല്ലെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ ബീച്ചിലുണ്ടായിരുന്നു, സോ ഐ ടുക്ക് എ ഷോർട്ട് വീഡിയോ ആൻഡ് ഐ പുട്ട് ഇറ്റ്. അപ്പോൾ അതല്ല എൻ്റെ ഒറിജിനൽ ലൈഫ്. സോ വി ഓൾ ഫേക്ക് അറ്റ് സം പോയിൻറ്റ്. നമ്മൾ എന്താ പറയുക, നമ്മൾ എസ്തെറ്റിക് ആയിട്ടുള്ള കണ്ടൻറ്റ് മാത്രമായിരിക്കും ചിലപ്പോൾ വരുന്നത്. സോ ഇറ്റ്സ് നോട്ട് എ വെരി റിയൽ പ്ലേസ് എന്നുള്ളൊരു സംഭവം. സോ യാ, ഐ തിങ്ക് ഒരുപാട് ആൾക്കാർക്ക് അവരെ തന്നെ എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു വഴിയാണ്. ഇപ്പം ഐ സീ എ ലോട്ട് ഓഫ് പീപ്പിൾ പ്ലേയിങ് യുക്ലേലെ ആൻഡ് പോസ്റ്റിങ്, ഭയങ്കര രസമുള്ള പാട്ടുകളൊക്കെ. പക്ഷേ ഒരു സ്റ്റേജിൽ പോയി ഒരു 4 ആൾക്കാരുടെ മുന്നിൽ നമുക്കത് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ദിസ് ഈസ് എ ലിറ്റിൽ മോർ കംഫർട്ടബിൾ സ്പേസ്. സോ പീപ്പിൾ ആർ എക്സ്പ്ലോറിങ്. അവർ ഒരുപാട് വേറെ കണ്ടൻറ്റുകൾ കാണുന്നുണ്ട്, ദേ ഗെറ്റിംഗ് ഇൻസ്പയർഡ്, ആൻഡ് ഐ തിങ്ക് ദാറ്റ്സ് എ റിയലി അമേസിങ് തിങ് ടു സീ. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് ഞാൻ പഠിച്ചിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് ഭയങ്കര പഠിച്ച ആൾക്കാരുടെ മുന്നിൽ എനിക്കത് ചെയ്യാൻ പറ്റില്ല. ഐ ഗെറ്റ് നെർവസ്, ഐ ഷിവർ, ഐ പാനിക്, അതെല്ലാം ഉണ്ട്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിൽ വാപ്പ കുറച്ച് സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പോൾ ടി വിയും മ്യൂസിക്കും ഡാൻസും ഒക്കെ കൈൻഡ് ഓഫ് ഇറ്റ് വാസ് ബാൻഡ് അറ്റ് ഹോം. അപ്പോൾ എനിക്ക് പാട്ട് കേൾക്കാൻ വലിയ വഴികളൊന്നുമില്ല. അപ്പോൾ വേറെ ഒന്നെങ്കിലും ഉമ്മ ഇങ്ങനെ പഴയ പാട്ടുകൾ പാടി കേട്ടിട്ട് ആ പാട്ടുകൾ എനിക്കറിയാം. കാരണം ഒന്നാമത് ഐ വാസ് എൻ ഇൻട്രോവേർട്ട്, ഐ വാസ് നോട്ട് സമൺ ഹു സോഷ്യലൈസസ്. പിന്നെ പണ്ടത്തെ സമയത്ത് യു ഡോണ്ട് റിയലി ഗോ ആൻഡ് ചിൽ അറ്റ് എ ഫ്രണ്ട്സ് പ്ലേസ്, അങ്ങനത്തെ സംഭവമൊന്നുമില്ല.
യു ലിസൺ ടു മ്യൂസിക് ആൻഡ് യു ചിൽ, അങ്ങനെയൊന്നുമില്ല. സോ എനിക്ക് പാട്ടിനോടുള്ള എക്സ്പോഷർ ഭയങ്കര കുറവായിരുന്നു. പക്ഷേ കേൾക്കുന്ന പാട്ടുകൾ ഐ ഓൾവേസ് ലവ്ഡ് ടു സിങ് ഇറ്റ് ഔട്ട് ലൗഡ്. സോ ഒരുപാട് വർഷം ഐ നെവർ ഹാഡ് ദ കോൺഫിഡൻസ് ടു സിങ് ഇൻ പബ്ലിക്. പക്ഷേ ഈവൻ ഇപ്പോഴാണെങ്കിലും ഐ നോ ദെയർസ് എ ലോട്ട് ഓഫ് മിസ്റ്റേക്ക് ഇൻ മൈ മ്യൂസിക്. ഇപ്പം ഭയങ്കര വെൽ വേഴ്സ്ഡ് ആയിട്ടുള്ള ഒരാൾ കണ്ടാൽ അയ്യേ എന്നൊക്കെ ചിലപ്പോൾ തോന്നുമായിരിക്കും. പക്ഷേ ഐ ഓണസ്റ്റ്ലി ഡോണ്ട് കെയർ. ഞാൻ പറയില്ല, ദിസ് ഇസ് മൈ ജേർണൽ, ദിസ് ഇസ് മൈ ലൈഫ്. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ഹൗ മച്ച് യു ട്രൈ, ഇറ്റ്സ് ഓൾ അബൌട്ട് ഹൗ മച്ച് വർക്ക് യു പുട്ട് ഔട്ട്. അത് എത്ര പെർഫെക്റ്റ് ആണെന്നുള്ളതല്ല, ദാറ്റ് ഈസ് മൈ കോൺസെപ്റ്റ്. അപ്പോൾ ഈവൻ ഇഫ് ദർ ഇസ് എ ലോട്ട് ഓഫ് ഫ്ലോസ്, ഒരു 10-60 വയസ്സ് വരെ ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഐ ബി വെരി ഹാപ്പി ദറ്റ് എൻ്റെ 27-28 വയസ്സിൽ ഐ വാസ് പ്ലേയിങ് യുക്കുലേലെ ആൻഡ് ഐ ഹാഡ് ദ ഗട്സ് ടു പുട്ട് ഇറ്റ് ഔട്ട്. സോ റെസ്ട്രിക്ഷൻസ് അത്. പക്ഷേ എനിക്ക് സംതിങ് ഐ ഓൾവേസ് ഫെൽറ്റ് ഇസ് നമ്മുടെ പാരൻസ് ഇല്ലേ, അവർ നമ്മൾ തമ്മിൽ നല്ല ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട്. കാരണം ഫോണൊന്നും ഇല്ലാത്ത, ഇങ്ങനെ യാതൊരു എക്സ്പോഷറും ഇല്ലാത്തൊരു കാലത്ത് നിന്ന് പെട്ടെന്ന് സഡൻലി വാട്സാപ്പ് വന്നു, ഇൻസ്റ്റഗ്രാം വന്നു, എവറിത്തിങ് ഈസ്. അപ്പോൾ അങ്ങനെ ഒരു സമയത്തേക്കുള്ള ട്രാൻസിഷൻ അവർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. ആൻഡ് എല്ലാവരും പെട്ടെന്ന് ട്രാവൽ ചെയ്യുന്നു. സോ ജസ്റ്റ് ലൈക്ക് യു ഗ്രോ, ഐ തിങ്ക് യു ഷുഡ് ടേക്ക് ദം ടു ഗ്രോ വിത്ത് യു. ജസ്റ്റ് ലൈക്ക് ദേ വർ സോ പേഷ്യൻറ്റ് വെൻ യു ഗ്രൂ അപ്പ്. നമുക്കറിയാത്ത ഭാഷ നമ്മൾ പഠിപ്പിച്ച് നമ്മളുടെ അടുത്ത് എത്രത്തോളം പേഷ്യൻസ് അവർ കാണിച്ചിട്ടുണ്ടോ അത്രയും പേഷ്യൻസ് നമ്മൾ അവരോട് കാണിക്കേണ്ട റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് യു കാൺ ചേഞ്ച് ദം, ബിക്കോസ് അവർ ഭയങ്കര വേറൊരു ജനറേഷനിലുള്ള ആൾക്കാരാണ്. സോ ഐ ടുക്ക് ദം ടു ഗ്രോ വിത്ത് മീ. ഞാൻ പതുക്കെ അവരെ കൊണ്ട് ട്രാവൽ ചെയ്യിപ്പിച്ചു. ഐ സ്റ്റാർട്ടഡ് എക്സ്പ്ലെയിനിങ് തിങ്സ് ടു ദം അബൌട്ട് ഇപ്പം എന്താ പറയുക, ഡിഫറെൻറ്റ് സെക്സ് പീപ്പിൾ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ജെൻഡർ പീപ്പിൾ, അങ്ങനത്തെ സാധനങ്ങൾക്ക് ഐ സ്റ്റാർട്ടഡ് ടോക്കിംഗ്. ആദ്യമൊക്കെ ഭയങ്കര പ്രശ്നമാണ്. ആൻഡ് ദെൻ ഐ ടോക്ക്. അങ്ങനെ when they started understanding things, it became a lot better, and now it's fortunately a lot better. ആഗ്രഹം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കാരണം എന്താ പറയുക, ഇപ്പം ഞാൻ തന്നെ ഒരു കാര്യം പഠിക്കാൻ ചിലപ്പം തന്നെ ഞാൻ ഫിഗർ ഔട്ട് ചെയ്ത് എടുക്കാനുണ്ടായിരുന്ന സമയം, ഇപ്പം നമ്മൾ ഫേസ് അനാറ്റമി ചെയ്യുമ്പോൾ യു ഡിവൈഡ് ഇറ്റ് ഇൻ ടു സെഗ്മെൻറ്റ്സ്. അപ്പം രണ്ട് കണ്ണ് തമ്മിലുള്ള ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ നമ്മുടെ ഹെയർ ലൈനും മൂക്കും തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് പഠിച്ചെടുക്കാൻ ഒരുപാട്. ഇറ്റ്സ് ജസ്റ്റ് ഐ എം 28 നൗ. ഈ 28ാമത്തെ വയസ്സിലാണ് ഞാനത് ഫിഗർ ഔട്ട് ചെയ്യുന്നത്. ബട്ട് പഠിക്കുന്ന ആൾക്കാർക്ക് അതൊരു ക്ലാസ്സിൽ ചിലപ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. സോ അത് ആ ഒരു കാര്യത്തിൽ ഐ ഫീൽ ലൈക്ക് ഒരുപാട് ടൈം എടുത്തു എന്ന് തോന്നുന്നുണ്ട്. അപ്പാർട്ട് ഫ്രം ദാറ്റ് പഠിക്കണമെന്ന് ആഗ്രഹം വന്നിട്ടുണ്ട്. പക്ഷേ ഐ ഓൾസോ ലൈക്ക് പഠിക്കാത്തതുകൊണ്ട് എനിക്ക് ഒരുപാട് ഫ്രീഡം ഉണ്ട്. ഐ ഡോണ്ട് ഹാവ് ടു സ്റ്റേ ഇൻസൈഡ് എ ബോക്സ്. ആൾക്കാർ പഠിപ്പിച്ചെന്നൊരു എനിക്ക് അങ്ങനെ ഒരു സാധനം അറിയാത്തതുകൊണ്ട് ഐ എക്സ്പ്ലോർ എ ലോട്ട് ഓഫ് വേസ് ടു ലേൺ. ലുക്കപ്പ് ടു എന്ന് പറഞ്ഞൊരു വാക്ക് കറക്റ്റാണെന്ന് എനിക്കറിയില്ല. ഐ ഡോണ്ട് കൺസിഡർ മൈസെൽഫ് ടു ബി എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. എന്നെക്കാളും ഒരുപാട് ബെറ്റർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്. ബട്ട് സംതിങ് ഐ റിയലി ലൈക്ക് അബൌട്ട് മൈസെൽഫ് ഇസ് ദ പാഷൻ ദാറ്റ് ഐ ഹാവ്, ഇസ് ദ ഫാക്ട് ദറ്റ് ഐ ഡു നോട്ട് ഗിവ് അപ്പ് ആൻഡ് ഐ ഡു ഇറ്റ് എവറി ഡേ. I work every day, even when things are not right. So, I can't, because of the flaws I know, ennilolla flaws എനിക്ക് അറിയാവുന്നതുകൊണ്ട് I cannot like preach people. പക്ഷേ ഞാനൊരു ഭയങ്കര നോർമൽ ഫാമിലിയിൽ നിന്ന് വരുന്നൊരു കുട്ടിയാണ്. ഒരിക്കലും ഒരു ആർട്ടിസ്റ്റ് ആവാൻ യാതൊരു ചാൻസും ഇല്ലാത്തൊരു കുട്ടിയല്ല, നല്ല പ്രായം. പക്ഷേ if I could make it till here, it's so much easier for the ഇപ്പോൾ. കാരണം ഒരുപാട് ലെസൺസ് ഉണ്ട്, ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് പഠിക്കാൻ പറ്റുന്നുണ്ട്, ഒരുപാട് ഗാഡ്ജറ്റ്സ് ഉണ്ട്, ആൻഡ് ഇറ്റ്സ് സോ മച്ച് ബെറ്റർ നൗ. ആൻഡ് പീപ്പിൾ ആർ ലെസ് ജഡ്ജ്മെൻറ്റൽ ദീസ് ഡേയ്സ്. പീപ്പിൾ ആർ ഓപ്പൺലി ടോക്കിംഗ് അബൌട്ട് തിങ്സ്. സോ ഐ തിങ്ക് ഇഫ് യു ആ ഒരു ഗട്ട് ഫീലിംഗ് ഉണ്ടെങ്കിൽ ഐ തിങ്ക് പീപ്പിൾ ഷുഡ് ഗോ ഫോർ ഇറ്റ്. കറൻ്റ്ലി മുന്നേയൊക്കെ ഐ വാണ്ടഡ് ടു ഡു ആൻ അനിമേഷൻ മൂവി. എനിക്ക് തലയിൽ കാണുന്ന ക്രേസി കളേഴ്സൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷേ 6 months back I lost my father. So വാപ്പ പോയപ്പോൾ the kind of pain I experienced was something that I've never ever felt in my entire life. അപ്പം ആ ഒരു പെയിനിലൂടെ കടന്നു പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇതിനു മുന്നേ ആൾക്കാർ when they say that they lost their parent, I felt that I could feel their pain with the love I have for them. പക്ഷേ that was nothing close. So I wanted to make a book in tribute for my father. So this book is a story of a little girl, that is me. ഒരു വേറൊരു റെൽമിൽ നിന്ന് ഒരു ഫാദറിൻ്റെ സോളിനെ കണ്ടിട്ട് ഇവർ രണ്ടുപേരും സ്വർഗത്തിലേക്ക് പോകുന്ന കഥയാണ്. അപ്പോൾ ഇവർ പോകുന്ന വഴിക്ക് ഒരുപാട് കാര്യങ്ങൾ കാണും. ദെൽ ബി ലൈക്ക് റൈറ്റ് നൗ ഐ ഹാവ് അറൗണ്ട് 20 illustrations for that. പക്ഷേ ഐ വോണ്ട് ടു മേക്ക് മോർ. സോ ഇപ്പോൾ ചെറിയ
പ്രായത്തിലുള്ളൊരു കുട്ടിക്ക് ഇതുപോലെ ദേ ലോസ് ദിയർ പാരൻ്റ്. അപ്പം ആ കുട്ടി ചോദിക്കുകയാണ് വേർ ഡിഡ് മൈ പാരൻറ്റ് ഗോ, ഈ സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താണ്, എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഐ വോണ്ട് സമൺ ടു ഹാൻഡ് ഇൻ ദിസ് ബുക്ക് ആൻഡ് സേ ദാറ്റ് ദിസ് ഇസ് വേർ ദേ ആർ. സോ എൻ്റെ കോൺസെപ്റ്റുള്ള സ്വർഗത്തിൽ എന്ന് പറഞ്ഞാൽ ഹാൻഡ് സിമ്മറിൻ്റെ മ്യൂസിക് പ്ലേ ചെയ്യാണ്, എല്ലാവരും ഫയറൊക്കെ വെച്ച്, ലൈക്ക് എല്ലാവരും ഭയങ്കര പരിചയക്കാരാണ്, ലൈക്ക് ദർ ദിസ് ബ്യൂട്ടിഫുൾ എൻട്രി ആൻഡ് ഭയങ്കര രസമാണ് അവിടെ. സോ ഐ വോണ്ട് ടു ഗിവ് ദറ്റ് ഹോപ്പ്. എനിക്കത് സത്യമാണോ കള്ളമാണോ എന്ന് എനിക്കറിയില്ല, അങ്ങനെ ഒരു സ്പേസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് പോലും എനിക്കല്ല. ഐ വുഡ് ലൈക്ക് ടു ബിലീവ് ദാറ്റ് ഐ വിൽ സീ ഹിം അഗൈൻ. പക്ഷേ ദാറ്റ് ബുക്ക് ഇസ് മൈ ഡ്രീം റൈറ്റ് നൗ. I really, really, really want to get it out.